ഒരു മോട്ടിവേഷണൽ ദമ്പതികൾ, അതിൽ ഒരാൾ ഭാര്യയുടെ തലയ്ക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ചർച്ചയാണ്, നിറച്ച് ട്രോളുകളാണ്. മോട്ടിവേഷൻ വേണമെങ്കിൽ ഞങ്ങൾ തരാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് പങ്കുവെച്ചിട്ട് ട്രോളുകളുടെ ബഹളമാണ്. മോട്ടിവേഷൻ നടത്തുന്ന ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നോക്കൂ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയാലും കോച്ചസ് ആയാലും ട്രെയിനേഴ്സ് ആയാലും ലീഡേഴ്സ് ആയാലും അവരൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യന്മാരാണ്. മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ വീക്ക്നെസ്സുകളും, എല്ലാ പോരായ്മകളും, കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവർക്കുണ്ട്. നമ്മൾ എല്ലാവരും പ്രശ്നങ്ങളുടെ നടുക്ക് ജീവിക്കുന്ന ജീവികളാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, അത് പഠനമാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കലാണ്, മറ്റുള്ളവരെ സക്സസിലേക്ക് നയിക്കുകയാണ്. വീഴാതിരിക്കുന്നതല്ല, അവർ വീഴും, മിസ്റ്റേക്കുകൾ ഉണ്ടാകും, പക്ഷെ വീണ്ടും അവിടെ നിന്ന് ഉണരും, വളരും. അതാണ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത്? നമുക്ക് പോലും നമ്മുടെ സ്വഭാവത്തെ അറിയില്ല. കാരണം നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ മനസ്സല്ല, നമ്മളുടെ ഹോർമോൺസ് ആണ്. നമ്മളുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാർ, സാഹചര്യങ്ങൾ, നമ്മളുടെ ചുറ്റുപാടുമുള്ള റെസ്പോൺസുകൾ, ഇതൊക്കെ നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളോടാണ് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ അടുത്ത നിമിഷം പെരുമാറും, പ്രതികരിക്കും എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അതാണ് സത്യം. ഒരു പക്ഷേ ഒരു മോട്ടിവേഷണൽ സ്പീക്കർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ലെസൺ, മോസ്റ്റ് പവർഫുൾ ലെസൺ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വിജയമല്ല, പരാജയപ്പെട്ടിട്ട്, വീണിട്ട്, തകർന്നിട്ട്, മിസ്റ്റേക്ക് പറ്റിയിട്ട് അവിടെ നിന്നും ഉയർത്തെണീറ്റ് വീണ്ടും കുതിക്കാനുള്ള അവരുടെ കഴിവ്, ആ ലെസനാണ്, ആ പാഠമാണ് അവർ ഈ ലോകത്ത് കൊടുക്കുന്നത്. നോക്കിക്കോളൂ, എനിക്ക് ഉറപ്പാണ് ഇവർ ഇനിയും കുതിച്ചു വരും, അവർ ഇനിയും കുതിച്ചുയരും. അതാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കലല്ല, പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ കവച്ചു വെച്ചുകൊണ്ട്, അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അവരുടെ കഴിവ്. ആൻഡ് യു ആർ ഗോയിങ് ടു സീ ദാറ്റ്. നമുക്ക് അവരെ ഇപ്പോൾ കുറ്റം പറയേണ്ട സമയമല്ല, അവർ തകർന്നിരിക്കുന്ന സമയമാണ്. സപ്പോർട്ട് ദം. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെ കളിയാക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്.